ആവശ്യമാണ്. മുരുകൻ്റെ ആയിട്ടുള്ള ഇത് വരുന്നതും എനർജി വരുന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വേൾഡിലെ 4th പവറായി ഫൈനാൻഷ്യലി തന്നെ. അപ്പൊ എന്ത് ഇന്ത്യയുടെ 79 എയർപോർട്ട് പുതിയത് വന്നു, 79 സിറ്റികള്. ഇതെല്ലാം ഒരു വ്യക്തിയുടെ വിഷനാണ്. ഒരു തരും എന്നിട്ട് നമ്മുടെ ഒരാൾ ഇങ്ങോട്ട് വരും, വണ്ടി അവിടെ ചെല്ലുമ്പോഴേ ഇങ്ങനെ കൈ കാണിച്ച് നിർത്തും. ഗ്യാങ് ആയിട്ടുള്ള അവർ മനുഷ്യരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്നും അറിഞ്ഞിരിക്കാതെ യാത്രയോടെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ആ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ സബ്ജക്റ്റാണ്. കാരണം നമ്മൾ ഈ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ഒരുപാട് ആഗ്രഹം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടെന്നറിയാം. കാരണം പല കമന്റ് എന്നോട് ഇങ്ങനെ ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വൈദീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള മിക്കവാറും ആൾക്കാർ കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വൈദീശ്വരൻ കോവിൽ പറയുമ്പം നാഡി അസ്ട്രോളജിയെ പറ്റി പറയേണ്ടി വരും. അപ്പം നാഡി അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ 40 കൂടുതൽ നാഡി അസ്ട്രോളജി ഉണ്ട്. അപ്പം അതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ബൃഹനാഡി അസ്ട്രോളജി, ചന്ദ്രകല അസ്ട്രോളജി, അല്ലെ ആ ഒരു ബന്ധപ്പെട്ടായിട്ടുള്ള അല്ല ബൃഹനന്ദി നാഡി അസ്ട്രോളജി, അല്ലെ ഇങ്ങനെ പിന്നെ രാഹുകേതു അസ്ട്രോളജി, അങ്ങനെ ഒത്തിരി ഇത് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇതിനകത്ത് ഇവരുടെ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, അതായത് വൈദീശ്വരൻ കോവിലിൽ ഞാൻ പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അവിടെ ഓലക്കെട്ടുകളെ ഇങ്ങനെ, അത് പക്ഷേ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുനിമാരെഴുതിയാണ്. അപ്പോൾ ഒരുപാട് ഓലകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നല്ല ഒരു പോർഷൻ ഓല അവിടെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ നിന്ന് അവര് നശിപ്പിക്കാനോ അല്ല ലേലം വിളിച്ചെടുത്ത് അവിടുത്തെ ഒരു രാജാവ് അത് വാങ്ങിച്ചായിട്ടൊക്കെ ഉള്ള രേഖകളിൽ പറയുന്നുണ്ട്. അപ്പം വാങ്ങിച്ചിട്ട് അത് അമ്പലത്തിന്റെ സ്വത്തായിട്ട് വെച്ചു. പക്ഷേ ഇന്ന് അവിടെ ഒരു സംഭവം നടക്കുന്നതിന് അവിടുത്തെ ആൾക്കാരെ കുറച്ച് അണിയറയിലുള്ള ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പോകുന്ന നല്ല ഭക്തന്മാരെ ആവശ്യമില്ലാത്ത രീതിയിൽ പൈസ വാങ്ങിക്കുന്നുണ്ട്. അത് നമ്മുടെ വേറൊരു എപ്പിസോഡിൽ പറയാം, അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്ന് വരില്ല. അപ്പം ഇത് പറയാൻ കാരണം ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ നാഡി ജ്യോതിഷത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നില്ല. PC അലക്സാണ്ടർ ജേക്കബ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ കുറേ എപ്പിസോഡ് കാണും. അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം ഇത് സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയാണോ എന്ന് വെച്ചാൽ അല്ല, വാസ്റ്റ് ഒരു സബ്ജക്റ്റാണ്. നമുക്കൊരു എപ്പിസോഡിൽ കൂടെ ഒതുക്കാൻ പറ്റാത്തതാണ് ഈ ശിവനാഡി ജ്യോതിഷത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിൻ്റെ നെഗറ്റിവിറ്റും പോസിറ്റീവും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പോലും ഈ ബൃഹനാഡി അസ്ട്രോളജി പഠിക്കാൻ പോലും കാരണം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് അതിൻ്റെ സീക്രട്ട് അറിയണം. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു 28ാമത്തെ വയസ്സിൽ പോയിട്ട് ഞാൻ ഒരു ഓല എടുത്തിട്ടുണ്ട്. അപ്പോൾ താളിയോല എടുത്തിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാരണം ഇന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമെന്നും നിങ്ങൾ കൺട്രി വിട്ടിട്ട് വേറൊരിടത്ത് സെറ്റിലാകേണ്ട വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പ് ലെവലിൽ 10-600 സ്റ്റാഫ് പല രീതിയിൽ ഒരുപാട് വണ്ടികളെ മൾട്ടിപ്പിൾ കൺട്രിയിൽ ട്രാവൽ ചെയ്ത് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി, അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള ഒരു ആൾ ഞാൻ ഒരു ദിവസം എല്ലാം വേണ്ടാന്നൊക്കെ വെക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളല്ല ഈ കോവിഡ് പ്രശ്നങ്ങൾ. മനുഷ്യനുള്ള ഒരുപാട് അപ്പ് ഡൗൺസും ജീവിതത്തിൽ കോടാനുകൂടി നഷ്ടപ്പെട്ടായിട്ടുള്ള പല സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ 11 വർഷത്തെ മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. രാജേഷ് MB അൾട്ടിമേറ്റ് ഓട്ടോ സ്പെയർ പാർട്സ് LLC ദുബൈ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം 11 വർഷത്തെ മുമ്പത്തെ ഒരു വീഡിയോ. അപ്പം ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞാൽ മേ ബി സം ബിലീവ് ദാറ്റ് ഞാൻ ഫ്രോഡായിട്ട് എന്തെങ്കിലും ചുമ്മാ അടിച്ചു വിടുന്നതാണെന്ന്. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ലൈഫ് ഈസ് എ ജേർണി. ഞാനിത് ഈ ഒരു സബ്ജക്റ്റായിട്ട് അപ്പം എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് എനിക്ക് ജീവിതത്തിലെ ഒരു മാറ്റം ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഇവിടുത്തെ വേദിക് അസ്ട്രോളജി പഠിച്ചു. വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പോഴും അതിന് എനിക്ക് പെർഫെക്ഷൻ കിട്ടിയില്ല. പെർഫെക്ഷൻ കിട്ടാഞ്ഞ കൊണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂമറോളജി പഠിച്ചു, KP അസ്ട്രോളജി, പിന്നെ നാഡി അസ്ട്രോളജി, ബൃഹനാഡി അസ്ട്രോളജി, അങ്ങനെയൊക്കെ പോയപ്പോഴാണ് നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണ്, നാഡി അസ്ട്രോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. പക്ഷെ അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ശിവനാഡി ജ്യോതിഷവും ഈ നാഡിയിലും ഒരുപാട് പ്രഡിക്ഷൻസ് നമുക്ക് ഒത്തിരി പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് ഈ ബൃഹനാഡി അസ്ട്രോളജിയിൽ. മറ്റേതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് റെക്കോർഡ് ചെയ്ത് തരുന്നു. പക്ഷെ നമ്മുടെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും അത് ആ
അസ്ട്രോളജിയുടെ തെറ്റാണെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അവർ പറയുന്നവരുടെ ആയിരിക്കും. നമുക്ക് ഒരിക്കലും സയൻസ് തെറ്റത്തില്ല. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നിസ്സാരം മനസ്സിലാക്കി. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ ഈ പല ഗ്രന്ഥത്തിലും ഈ വൈസ്രോയുടെ കാലം മുതൽ ഇവിടുന്ന് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വന്നതും ഇവിടെ വന്നതും ഈ ഇന്ത്യയിൽ അഭിനിവേശം ചെയ്യുമെന്നും ഇന്ത്യയെ ആധിപത്യം സ്ഥാപിക്കുമെന്നും ഇവനെന്തിനാ പറയുന്ന നരേന്ദ്രമോദിയെ പറ്റി ഇവരെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന ഒരു അനിഴം നാളിലെ അനിഴം നക്ഷത്രത്തിൽ ഒരു ലീഡർ വരും, ഇന്ത്യയുടെ കണ്ടിന്യൂഷനായിട്ടുള്ള ഉയർച്ച വരും, എന്താ പറയുന്നത്, ഒരു നല്ലൊരു കണ്ടിന്യൂറ്റി ഒരു ഭരണം വരുമെന്നും അങ്ങനെ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം സംഭവിച്ചു. അതേമാതിരി എനിമീസ് പോലും, പുള്ളിയുടെ എനിമീസ് പോലും നിൽക്കുന്ന ആൾക്കാർ നിഷ്പ്രഭരാകും. അല്ലെങ്കിൽ ആ ഒരു കൺട്രി ഇപ്പൊ ചൈനയിൽ ഒക്കെ അറ്റാക്ക് ചെയ്യാൻ പോയാലും അങ്ങനെ അവർ പോലും ആ ഒരു എഗനിസ്റ്റ് ആയിട്ട് നിൽക്കാനാണ് അങ്ങനത്തെ ഒരു യോഗമുള്ള ആളാണ്. കാരണം അത് ബ്രഹ്മചാരി ആ ഒരു സംഭവങ്ങൾ ഒരുപാട് ഒത്തിരി ഉണ്ട്. ആ ഒരു സബ്ജക്റ്റായിട്ട് ഞാൻ എല്ലാം കവർ ചെയ്യുന്നില്ല. ഇപ്പോൾ കാരണം അത് പിന്നെ വേണമെന്ന ഒരു പൊളിറ്റിക്കലി ഉള്ള രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുക എന്നുള്ളതുകൊണ്ട്, അല്ല ഞാൻ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കാരണം. പക്ഷെ ഒരു കണക്കിന് പറയാതിരിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി ഭരണത്തിനടക്കം 1 ട്രില്യൺ ഉള്ള ഇന്ത്യയുടെ GDP, ഫ്രം 1 ട്രില്യൺ ടു 5 ട്രില്യൺ ഇന്ത്യയുടെ GDP എക്കണോമി എത്ര കഴിഞ്ഞ ഇത്ര നാളായിട്ട് എത്ര പെർസെന്റ് വളർന്നു? ഒരുപാട് വളർന്നു, ഒത്തിരി ഗ്രോത്ത് ആണ്. ഇപ്പം വേൾഡിലെ 4th പവറായി ഫൈനാൻഷ്യലി തന്നെ. അപ്പൊ എന്ത് ഇന്ത്യയുടെ 79 എയർപോർട്ട് പുതിയത് വന്നു, 79 സിറ്റികള്, ഇതെല്ലാം ഒരു വ്യക്തിയുടെ വിഷനാണ്. ഓക്കെ, ഇൻഡയറക്ട്ലി വാട്ടവർ. ഞാൻ ഈ ഒരു നാഡീ ജ്യോതിഷത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇത്ര ഒരു സബ്ജക്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ലൈഫാണെന്നാണ് അവിടെ ഒരു എനിക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ലീഡർ, നല്ല 100% ഞാൻ പറഞ്ഞിരിക്കും. അതിപ്പോൾ ആരായാലും, ശശി തരൂർ ആയാലും ഞാൻ പറയും, പുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. വാട്ട് എവർ ഹിസ് പേഴ്സണൽ ലൈഫ് ഐ ഡോണ്ട് വാണ്ട് ടു ഇന്റർഫിയർ. പക്ഷെ നല്ല വ്യക്തിത്വം ഉണ്ട്, നല്ല ലീഡേഴ്സ് ഉണ്ട് ഇവിടെ, അത് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു നാഡീമായിട്ട് പറയുമ്പോഴേ ഇങ്ങനെ ഒരുപാട് പ്രഡിക്ഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് പറയുന്നുണ്ട്. ഇനിയായാലും പുതിയ ലീഡർ വരുന്നുണ്ട്, അതും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ആയിട്ടുള്ള. അതേമാതിരി പിന്നെ ദ്വാരകയുടെ ഇതും. അപ്പൊ ഈ കുമരികാണ്ഡത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് മുരുകനെ പറ്റി പറയണം. കാരണം ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു എന്ന് പറയാ ഒരു ആവശ്യമാണ് മുരുകന്റെ ആയിട്ടുള്ള ഇത് വരുന്നതും എനർജി വരുന്നതും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് ഈ ഒരു സബ്ജക്റ്റ് ആയിട്ടല്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞ. അപ്പൊ അങ്ങനെ വേൾഡിലെല്ലാം ഒരുപാട് എനർജി ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ശിവനാടി ജ്യോതിഷത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴേ ഈ നിങ്ങളെ ആരെങ്കിലും അവിടെ പോവാണെന്ന് വരില്ലേ, ഒരു കാരണവശാലും അവിടെ ആവശ്യമില്ലാത്ത പൈസ കാര്യങ്ങൾ കൊടുക്കാൻ വെളിയിൽ നിന്നുള്ള ആൾക്കാർ. കാരണം ഞാൻ എന്തൊക്കെ എൻ്റെ അനുഭവമാണ്, ഞാനും പോയി എന്താ ഇത് അറിയണം. കാരണം പ്രത്യേകിച്ച് ഈ അലക്സാണ്ടർ ജേക്കബിൻ്റെ ഒക്കെ വീഡിയോയ്ക്കകത്ത് ശിവനാഴിയാശത്തിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. അവർ പറയുന്ന പല കാര്യങ്ങളും. പക്ഷേ ഇത് വരെ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കളയും. നമ്മളെ ഒരു അവിടോട്ട് ചെല്ലുമ്പോഴത്തേനും ആദ്യം ഒരു ചില ഇത് തരും, ഒരു പൂ തരും. എന്നിട്ട് നമ്മുടെ ഒരാൾ ഇങ്ങോട്ട് വരും, വണ്ടി അവിടെ ചെല്ലുമ്പോഴേ ഇങ്ങനെ കൈ കാണിച്ച് നിർത്തും. എന്നിട്ട് അകത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ പൂജ ചെയ്യണം, ഇവിടെ പൂജ ചെയ്യണം എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. 10,000 രൂപ ബില്ല് തണ്ടേ, 10,000 രൂപ അവിടെ ഇത് കൊടുത്തു. ഈ സാധനം തന്നെ ഇടുന്ന മാല തന്നെ ഊരി മാറ്റിയിട്ട് പിന്നെയും കൊണ്ടുവരും. ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ടുള്ള അവർ മനുഷ്യരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്നും അറിഞ്ഞിരിക്കാതെ യാത്രയോടെ എനിക്കത് പറയാതിരിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് പറഞ്ഞുപോയി. അപ്പം ഞാൻ ഈ ഇതേപ്പറ്റി പറഞ്ഞാൽ, അപ്പൊ അതിനെക്കാട്ടിലും ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബൃഹനാടി അസ്ട്രോളജി ഇത് നമുക്ക് പറയാൻ പറ്റുമെന്നും ഞാൻ മനസ്സിലാക്കി. കാരണം ഞാൻ 3 പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഓല എടുത്തൊന്നും മനസ്സിലാക്കിക്കോ. അപ്പൊ അതിനകത്ത് പറഞ്ഞതും ഞാൻ പറയുന്നതും ഞാൻ കമ്പാരിസണും അല്ല എൻ്റെ ജീവിതത്തിൽ ഡൗൺഫോൾ അപ്പ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം അനലൈസ് ചെയ്തു. കാരണം വലിയൊരു പൊസിഷനിൽ നിന്ന് ഒരു സംഭവത്തിൽ ഇങ്ങനെ വരാനും എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ഇന്നും ജീവിക്കാനുള്ളതോ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ജീവിതത്തിൽ വന്നിട്ടില്ല. കാരണം ഐ എം എ സച്ച് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത് ചാർട്ട് ഓരോന്നും എഴുതിയേക്കുന്ന. അപ്പം നിങ്ങളും വിചാരിക്കുക, നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഡൗൺഫാൾ വരാനാണേലോ അപ്പ് വരാനാണേലോ അതെല്ലാം നിങ്ങളെ ബർത്ത് ചാർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഗോചാരത്തെ പറ്റി ഞാനൊരു അടുത്ത ഒരു എപ്പിസോഡ് ചെയ്യാം. അപ്പൊ ഗോചാരത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നൊരു താല്പര്യം ഉണ്ടെന്ന് ഇങ്ങനെയുള്ള സബ്ജക്റ്റ്, ഗോചാരം എന്താണെന്ന്, ട്രാൻസിറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് കേൾക്കാനോ കാണാനോ താല്പര്യം ഉണ്ടെന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടെന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.